മണിപ്പൂരിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ്. അതിന് തടയിട്ട് വീണ്ടും സർക്കാരുണ്ടാക്കുന്ന ശ്രമങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ സർക്കാരുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് 7 MLA-മാർ BJP-യോട് ബൈ പറയുകയാണ്. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലെ 23 BJP MLA-മാർ യോഗം ചേർന്നിരുന്നു. അതിൽ നിന്ന് ഈ വിമത MLA-മാർ വിട്ടുനിന്നതോടെ BJP മണിപ്പൂരിൽ രണ്ടായി മാറിയിരിക്കുന്നു. വിട്ടുനിന്ന 7 MLA-മാരും കുക്കി സമുദായത്തിൽ നിന്നും ഉള്ളവരാണ്. ഇവർ BJP വിടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. നേരത്തെ മണിപ്പൂർ കലാപത്തിൽ കുക്കി സമുദായത്തിനെ ചതിക്കുന്നൊരു സമീപനമാണ് BJP-യിൽ നിന്നും ഉണ്ടായത് എന്ന് നമുക്കറിയാം. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കുക്കി സമുദായത്തിൻ്റെ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാതെയാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗിന് രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെയാണ് രാഷ്ട്രപതി ഭരണത്തിന് കളമൊരുങ്ങിയത് മണിപ്പൂരിൽ. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ രാഷ്ട്രപതിയാണ് മണിപ്പൂർ ഭരിക്കുന്നത്. ഇവിടെ വീണ്ടും സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് BJP-യിൽ നിന്നും ഉണ്ടാകുന്നത്. ആ സർക്കാരിൽ നിന്ന് കുക്കി MLA-മാരെ മാറ്റി നിർത്തുകയാണ് മറ്റു സമുദായത്തിൽ നിന്നുള്ള MLA-മാർ ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മണിപ്പൂരിലെ 23 BJP MLA-മാർ രഹസ്യയോഗം ചേർന്നത് വലിയ വാർത്തയായിരുന്നു. സംസ്ഥാനത്ത് ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കുന്നതിനായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കും എന്നാണ് MLA-മാർ പറഞ്ഞത്. 60 അംഗ മണിപ്പൂർ നിയമസഭയിൽ BJP-ക്ക് ആകെ 37 MLA-മാരാണുള്ളത്. അതിൽ 7 പേർ കുക്കി സോ സമുദായത്തിൽ നിന്നുള്ളവരാണ്. മുൻ മുഖ്യമന്ത്രി N ബീരേൻ സിംഗോ സ്പീക്കർ സത്യബ്രത സിംഗോ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 9-ാം തീയതി ബീരേൻ സിംഗ് രാജിവെക്കുന്നതുവരെ അദ്ദേഹത്തെ പിന്തുണച്ച പാർട്ടി MLA-മാരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ 10 NDA MLA-മാരുടെ സംഘം മണിപ്പൂർ ഗവർണർ അജയ് ബല്ലയെ സന്ദർശിച്ച് 2 ദിവസത്തിന് ശേഷമാണ് ഈ യോഗം നടന്നത്. ഈ 10 MLA-മാർ ആർക്കൊപ്പം എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എതിരായി ഈ MLA-മാർ നിന്നാൽ 17 MLA-മാരെ ഒറ്റയടിക്ക് BJP-ക്ക് നഷ്ടമാകും. എന്തായാലും 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തെ പിഴുതെറിഞ്ഞ് 2017-ൽ ശൂന്യതയിൽ നിന്നാണ് മണിപ്പൂരിൽ BJP താമര വിരിയിച്ചത്. എന്നാൽ മണിപ്പൂർ കലാപം BJP-യുടെ നടുവൊടിച്ചിരിക്കുന്നു. വടക്കുകിഴക്കൻ ഇന്ത്യയിലേക്ക് പടന്നുകയറിയ BJP അസമിൽ നേടിയ വിജയം മണിപ്പൂരിലും ആവർത്തിക്കുകയായിരുന്നു. 2012 ഒരു സീറ്റ് പോലും ജയിക്കാതിരുന്ന പാർട്ടി പിന്നീട് 21 സീറ്റുകൾ നേടി ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി. 28 സീറ്റുമായി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തുടർന്നെങ്കിലും അധികാരത്തിലേറാനുള്ള പിന്തുണ ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് BJP മറ്റു ചെറുപാർട്ടികളെ ഒപ്പം കൂട്ടി അധികാരത്തിലേറുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ചൂണ്ടിക്കാട്ടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ BJP അധ്യക്ഷൻ അമിത്ഷായും ചുക്കാൻ പിടിച്ചൊരു പ്രചരണത്തിലൂടെയാണ് BJP നേട്ടമുണ്ടാക്കിയത്. നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ബീരേൻ സിംഗ് BJP-യുടെയും ഘടകകക്ഷി പാർട്ടി MLA-മാർക്കും സർവ്വസമ്മതനായാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. എന്നാൽ കലാപം നാശം വിതച്ച മണിപ്പൂരിൽ വെറും കാഴ്ചക്കാരൻ്റെ റോള് മാത്രമാണ് ഈ മുഖ്യമന്ത്രി നിർവഹിച്ചത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമായ മണിപ്പൂർ കലാപം സംഭവിച്ചത്.